ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്ര പ്രസിഡന്റ് ശ്രീ പി പ്രകാശ് അവരെ ക്ഷണിക്കുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന തിരക്കഥാകൃത്ത് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ചലച്ചിത്ര നടനും സംവിധായകനൊക്കെ ആലപ്പി അഷറഫ്, കെ ശശികുമാർ, പീറ്റർ ചേരാനല്ലൂർ, എച്ച് മുഹമ്മദ് ബാബു സെറ്റ്, സി വി യേശുദാസ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിൽ ഇരിക്കുന്നവരെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്ര പ്രസിഡന്റും ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ പി പ്രകാശ്, അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിച്ചതിനുള്ള ശ്രീ തിരുക്കരാകൃത്ത് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ആലപ്പി അഷറഫ്, മുൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ ശശികുമാർ, ഇവിടെ യൂസഫ് അലി കേച്ചേരി ഫൗണ്ടേഷൻ ആദരിക്കുന്ന സംഗീതജ്ഞൻ പീറ്റർ ചേരാനല്ലൂർ, സാമൂഹിക പ്രവർത്തകൻ എച്ച് മുഹമ്മദ് ബാബു സെഡ്, ഫോട്ടോഗ്രാഫർ സി വി യേശുദാസ്, സദസ്സിലിരിക്കുന്ന സഹൃദയരായ സുഹൃത്തുക്കളെ, പ്രശസ്ത കവിയും ഗാനനേതാവുമായിരുന്ന ശ്രീ യൂസഫ് അലി കേച്ചേരിയുടെ ചരമദിനം ലോക കവിതാ ദിനമായ മാർച്ച് 21-നാണ്. കോവിഡിന്റെ ബുദ്ധിമുട്ടുകളും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പരിപാടികൾ നടത്താൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങളുമായി പരിപാടി നീട്ടിവെക്കേണ്ടത് വന്നു. അതുകൊണ്ട് പരിപാടി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജൂൺ മാസത്തിൽ അനുസ്മരണം നടത്തുന്നത്. യൂസഫ് അലി കേച്ചേരിയെ കുറിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. ഭാരതീയ കാവ്യപാരമ്പര്യത്തെയും ആധുനികതയെയും സമന്വയിപ്പിച്ച കവിയാണ് യൂസഫ് അലി കേച്ചേരി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ സംസ്കൃത ഭാഷയുമായി വളരെയധികം താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഗാനങ്ങളാണ്. അടിസ്ഥാനപരമായി കവിത്വം നിലനിൽക്കുന്ന ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടാണ് യൂസഫ് അലി കേച്ചേരി വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ കൃതാർത്ഥൻ ഞാൻ എന്ന കവിതയോടുകൂടിയാണ് മാതൃഭൂമി ആഴ്ചപ്പതിൽ അദ്ദേഹത്തിൻ്റെ കവിത പ്രസിദ്ധീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ തുടർച്ചയായി സമകാലിക പത്രമാധ്യമങ്ങളിൽ വരാനും രാമകാരിയുടെ അദ്ദേഹത്തെ കണ്ടെത്തി ബാബുരാജിലൂടെ അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരചനാരംഗത്തേക്ക് കടന്നു വരികയാണ്. പി ഭാസ്കരൻ മാഷും വയലാറും സജീവമായി നിൽക്കുന്ന കാലത്ത് സർഗാത്മകത കൊണ്ട് അവരോടൊപ്പം എത്തിച്ചേരാൻ കഴിഞ്ഞ കവിയാണ് ഗാനനേതാവ് യൂസഫ് അലി കേച്ചേരി. മലയാള ഗാനമാണെന്നും നമുക്ക് തോന്നുന്ന രീതിയിൽ സംസ്കൃതത്തിൽ അദ്ദേഹം രചിച്ച ജാനകി ജാനെ എന്ന ഗാനം ഇന്നും എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണ്. അദ്ദേഹത്തിന്റെ ഒട്ടനവധി പുരസ്കാരങ്ങൾ, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയങ്ങൾ വേണം, ഞാൻ അതിന് മുന്നിരുന്നില്ല. ആദ്യമായി ചങ്ങമ്പുഴ അധ്യക്ഷത വഹിക്കുന്ന ഈ പരിപാടി നടത്താൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ട ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവുമായി സഹകരിച്ച് നടത്താമെന്ന് പറഞ്ഞ പ്രകാശ് സാർ, അദ്ദേഹമാണ് ആര്യാടൻ ഷൗക്കത്തിനെ ക്ഷണിക്കാൻ എന്നോട് പറഞ്ഞത്. ഇവിടെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വരാത്ത ഒരാളാണ്, അദ്ദേഹത്തെ ക്ഷണിക്കൂ എന്നാണ് പറഞ്ഞതുകൊണ്ടാണ് തിരക്കഥാകൃത്ത്. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, സർഗാത്മകതയുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാൻ പ്രകാശ് സാർ പറഞ്ഞതിനനുസരിച്ചാണ് അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് യാത്ര ചെയ്തിവിടെ വന്നത്. അതുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രകാശ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം രാഷ്ട്രീയക്കാരനേക്കാളും ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. 2003 ടി ചന്ദ്രൻ സംവിധാനം ചെയ്ത പാടം ഒരു വിലാപം
എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. ഒരു കച്ചവട സിനിമയുമായുള്ള താല്പര്യമായിട്ടല്ല അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നത്. സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കും തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരായിട്ടുള്ള സന്ദേശം സമൂഹത്തിന് നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം പാടമൊന്നൊരു വിലാപം എന്ന സിനിമയുമായി വരുന്നത്. ഒട്ടനവധി പുരസ്കാരങ്ങൾ ആ സിനിമ നേടി. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ദൈവനാമത്തിൽ എന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം, പിന്നെ വേറെ മൂന്നാമതൊരു സിനിമ കൂടി അദ്ദേഹം തിരക്കഥ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമ വന്നു. അങ്ങനെ ശ്രദ്ധാത്മകതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ആണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. മാത്രമല്ല മതേതര രാഷ്ട്രീയത്തിന് വേണ്ടി ജീവൻ മരണം പോരാട്ടം നടത്തിയ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ രാഷ്ട്രീയ പാത പിന്തുടരുന്ന ഇന്നും മതേതര രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തനായ പോരാളി ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് ഞാൻ യൂസുഫ് അലി കേച്ചേരി ഫൗണ്ടേഷന്റെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. പിന്നെ ഇവിടെ ആശംസകൾ നേരുന്ന ശ്രീ ആലപ്പി അഷറഫിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം പെട്ടെന്ന് ഇവിടെ വന്നുപെട്ട ഒരാളാണ്. അത് ഈ പരിപാടിക്ക് പാടിക്കുന്ന കരുതുന്നത് പ്രതീക്ഷിക്കാത്ത വളരെയധികം മേൽവിലാസമുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ ശശികുമാർ, അദ്ദേഹം പത്രപ്രവർത്തകനായിട്ട് പത്രപ്രവർത്തകനായിട്ട് സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ്. എഴുത്തുകാരി ഗ്രേസിയുടെ ഭർത്താവ് കൂടിയാണ് ശ്രീ കെ ശശികുമാർ സാർ. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന 3 പേരിൽ സംഗീതജ്ഞൻ പീറ്റർ ചേരാമല്ലോ. അദ്ദേഹം ഗാനാലാപനവും സംഗീതവും നിർവഹിക്കുന്ന ഒരാളാണ്. ഒട്ടനവധി ഭക്തിഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഒട്ടനവധി ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒട്ടനവധി പാട്ടുകൾ ഞാനൊന്നും എടുത്ത് പറയുന്നില്ല. എന്നും എല്ലാവരുടെ ചുണ്ടുകളിലും കിടന്ന് കത്തിക്കളിക്കുന്ന ഒരു പാട്ടാണ് KG മാർക്കൂസ് ആലപിച്ച അദ്ദേഹം സംഗീതം നൽകിയ ഇസ്രായേലി നാഥനായി. ആ പാട്ടിന്റെ സംഗീത സംവിധായകൻ കൂടിയായ ശ്രീ പീറ്റർ ചേരാനല്ലൂരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി HE മുഹമ്മദ് ബാബു സേട്ടിന് എറണാകുളം വാസികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം എറണാകുളത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. എല്ലാത്തിനേക്കാളും ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ശ്രീ HE മുഹമ്മദ് ബാബു സേട്ടിനെ ഞാൻ ഈ യോഗവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ വി യേശുദാസ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ചന്ദ്രിക പത്രത്തിന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായിരുന്നു. അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ നഗരത്തിൽ നാടുറങ്ങുമ്പോഴും അദ്ദേഹം നഗരത്തെയും ജനങ്ങളെയും ഒപ്പിയെടുത്ത് നടത്തുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ഏത് സമയവും അദ്ദേഹത്തിന്റെ സഞ്ചാരം ക്യാമറയുമായാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേരള മീഡിയ അക്കാദമിയുടെ ലോകമാധ്യമ പുരസ്കാരം ഫോട്ടോഗ്രാഫർക്ക് എന്നുള്ള ലഭിച്ച ഒരാളാണ് ശ്രീ വി യേശുദാസ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാലാവസ്ഥയെ പോലും അതിജീവിച്ച് ഇവിടെ എത്തിച്ചേർന്ന യൂസുഫ് അലി കേച്ചേരി അനുസ്മരണത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹൃദയരായ ആളുകൾക്കും ഞാൻ സ്വാഗതം പറയുന്നു. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ സെക്രട്ടറി TG രവികുമാർ, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. മുഴുവൻ സഹൃദയർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ യൂസുഫ് അലി കേച്ചേരി ഫൗണ്ടേഷന്റെ ആരംഭകാലം മുതൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ ജോൺ പോളിനെയും ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മഹാനായ കവി ഗാനരചയിതാവ് യൂസുഫ് അലി കേച്ചേരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ ആലപ്പി അഷറഫ്, കെ ശശികുമാർ. ഇന്ന് ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ പീറ്റർ ചേരാനല്ലൂർ, HE മുഹമ്മദ് ബാബു സേട്ട്, ശ്രീ CU യേശുദാസ്, യൂസുഫ് അലി കേച്ചേരി ഫൗണ്ടേഷന്റെ അധ്യക്ഷൻ ശ്രീ സലീം കുന്നിലത്ത്, വൈസ് ചെയർമാൻ ശ്രീ NKM ഷരീഫ്, പ്രിയപ്പെട്ടവർ,
ഈ യൂസഫ് അലി കച്ചേരി അനുസ്മരണം മെയ് മാസത്തിൽ നടക്കേണ്ടതായിരുന്നു. മെയ് 16 അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. അനുസ്മരണ ദിനം അതിനു മുമ്പ് മാർച്ച് 26 നടത്താൻ സാധിച്ചില്ല ചില കാരണങ്ങൾ കൊണ്ട്. മെയ് 16 അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് അബ്ദുൽ സമദ് സമദാനി ആണ്. അന്ന് യൂസഫ് അലി കച്ചേരി ഫൗണ്ടേഷൻ ആണ് ഈ അനുസ്മരണ പരിപാടി നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ സലീം സമദാനിയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു തീയതി നിശ്ചയിച്ച് വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സമദാനിയെ ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ സലീം എന്നോട് പറഞ്ഞു, പ്രകാശ് സാർ ഒന്ന് സമദാനിയെ വിളിച്ചു നോക്കും. ഞാൻ സമദാനിയുമായി ബന്ധപ്പെട്ടു. ആദ്യമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ PA ആണ് കിട്ടിയത്. PAയോട് ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ സമദാനി എന്നെ വിളിച്ചു. പ്രകാശ്ജി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു. എനിക്ക് ആരും മനസ്സിലായില്ല കാരണം സമദാനിയാണ് എന്ന് പറഞ്ഞു. ഈ സമദാനി പരിചയമൊന്നുമില്ല. അപ്പോൾ പരിപാടിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മാസം മുഴുവൻ ഞാൻ നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ സമദാനി തന്നെ യൂസഫ് അലി കച്ചേരി അനുസ്മരണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, യൂസഫ് അലി കച്ചേരിയുമായി എനിക്ക് വലിയ ആത്മബന്ധം തന്നെയായിരുന്നു. എനിക്ക് 1.5 മണിക്കൂർ സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങൾ യൂസഫ് അലി കച്ചേരിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിൻ്റെ സംഘാടകർ ആരാണ്? ഞാൻ പറഞ്ഞു, അത് യൂസഫ് അലി കച്ചേരി ഫൗണ്ടേഷനാണ്. എന്നിട്ട് അവർ ഞാനുമായി ബന്ധപ്പെട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, സമദാനിയെ അവർ 2-3 വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ്. 2-3 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും വീണ്ടും വിളിക്കണം, ഞാൻ തിരക്കുള്ള ഒരു ആളല്ലേ. എന്നിട്ട് അദ്ദേഹം എന്നോട് വളരെ രസകരമായ ഒരു ഉപമ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് ഇതാണ്, എൻ്റെ മകളുടെ വിവാഹം ഞാൻ കോഴിക്കോട്ട് ഒരു ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ആ വിവാഹത്തിന് പെണ്ണിൻ്റെ ബാപ്പയായ ഞാൻ ക്ഷണിക്കണം, അല്ല അതിൻ്റെ ആ ഹാളിൻ്റെ ഉടമസ്ഥൻ ക്ഷണിക്കണം. അദ്ദേഹം വെച്ച് ചങ്ങമ്പുഴ സംസ്കാരം എന്ന് പറയുമ്പോൾ ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഉടമസ്ഥനാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അതിൻ്റെ തമാശ വളരെ രസകരമായി തോന്നി. പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു, ഏതായാലും ഈ പരിപാടി യൂസഫ് അലി കച്ചേരി ഫൗണ്ടേഷൻ ഒറ്റയ്ക്ക് നടത്താം, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും യൂസഫ് അലി കച്ചേരി ഫൗണ്ടേഷനും കൂടി സംയുക്തമായിട്ട് നടത്താം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ സമദാനിക്ക് ഈ മാസം മുഴുവൻ തിരക്കാണ് സൗകര്യപ്പെടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് സലീമിനോട് നിർദ്ദേശിച്ചത്. ഷൗക്കത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സസന്തോഷത്തിന് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സൗകര്യപ്രദമായ ഒരു തീയതിയും വിളിച്ചു. അങ്ങനെയാണ് ശ്രീ ഷൗക്കത്ത് ഇന്ന് ഈ വേദിയിൽ ഇരിക്കാൻ ഇടയായത്. അതുപോലെ ഇന്ന് ആലപ്പി അഷറഫ്, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഈ നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല. ആലപ്പി അഷറഫ് ശ്രീ ഷൗക്കത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനാണ് ഷൗക്കത്തിനോട് 2 വാക്ക് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അതേതായാലും നമ്മുടെ ഒരു ഭാഗ്യമായി എന്ന് ഞാൻ കരുതുന്നു. ഈ യൂസഫ് അലി കച്ചേരിയെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അദ്ദേഹം മതങ്ങൾക്കപ്പുറത്തുള്ള ഒരു ദൈവത്തെ കണ്ട ഒരു മഹാനാണ് എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ 1000 നാവുള്ള മൗനം എന്ന കൃതിക്ക് ഒരിക്കൽ ചങ്ങമ്പുഴ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അന്ന് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രമല്ല ചങ്ങമ്പുഴ പുരസ്കാരം കൊടുത്തിരുന്നത്, ചങ്ങമ്പുഴ അവാർഡ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ NP അപ്പനും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും സുകുമാരൻ പച്ചക്കാടും പെരുമൻ കൈനായാലും ഒക്കെ ആയിരുന്നു ആ ട്രസ്റ്റിനുണ്ടായിരുന്നത്. അവരാണ് 1000 നാളുള്ള മൗനത്തിന് ചങ്ങമ്പുഴ പുരസ്കാരം നൽകിയത്. അതിലെ പല കവിതകൾ, ഉദാഹരണത്തിന് അതിൽ വേദം എന്ന ഒരു കവിതയുണ്ട്. അതിൽ ആത്മകഥാംശമുള്ള ഒരു കവിതയാണത്. ഈ സമുദായത്തിലെ പല കവിതകളും ഇപ്പോൾ P. ഭാസ്കരൻ്റെ ഒറ്റക്കവിതയുള്ള ദമ്പതികളുടെ ഒരു സമാഹാരമുണ്ട്. അതും ആത്മകഥാംശമുള്ള കവിതകളാണ് അതിൽപ്പെടുന്നത്. ഈ അനുസ്മരണ സമ്മേളനം നടത്തുന്നവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ടാണ് സത്യത്തിൽ യൂസഫ് അലി കച്ചേരി വിടപെടുന്നത്. കാരണം അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ല, അദ്ദേഹത്തിന് ജീവചരിത്രങ്ങളുമില്ല. പിന്നെ അദ്ദേഹവുമായിട്ട് അടുത്ത ഇടപെടലുകൾക്ക് മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് അനുസരിച്ച് സംസാരിക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു ഭാഗ്യം
ഉള്ളത് ഈ പറഞ്ഞ കവിതാ സമാഹാരത്തിൽ 1000 നാളുകളുടെ മൗനത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ അംശങ്ങളുള്ള ചില കവിതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വേദം എന്ന കവിത അത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ്. അദ്ദേഹം ഒരു വലിയ ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം യുദ്ധകാലമാണ്. അന്ന് നാട്ടിൽ വലിയ പട്ടിണിയും വറുതിയും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അരിക്കും പലവ്യഞ്ജനങ്ങൾക്കും ധാന്യങ്ങൾക്കും ഒക്കെ കടുത്ത ക്ഷാമം നേരിടുന്ന ഒരു കാലമാണ്. അന്ന് ഇദ്ദേഹം കുട്ടിയാണ്, ഒരു 4 or 5 വയസ്സുള്ള കുട്ടി. വേദം എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉമ്മ ചോറ് വിളമ്പി വച്ചപ്പോൾ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു ഞാൻ. ഈ കുട്ടി മുഖം കറുപ്പിച്ചിരിക്കാനുള്ള കാരണമുണ്ട്. കാരണം ചോറിന് കൂട്ടാൻ എന്നും മീൻ കൂട്ടാനുണ്ടാവും. അന്ന് മീൻ കൂട്ടാനൊന്നുമില്ല, എന്തോ ചമ്മന്തി മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഇവൻ മുഖം കറുപ്പിച്ചിരുന്നത്. ഇവന് ഊണ് കഴിക്കാതെ പിണങ്ങി തീർന്നു, എനിക്ക് ചോറ് വേണ്ട എന്ന മട്ടിലിരുന്നു. അപ്പോഴാണ് പ്രതിവശത്ത് കുറെ ശബ്ദമൊക്കെ കേൾക്കുന്നത്, കുറെ ആളുകളുടെ സംസാരമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവർ പോയി പ്രതിവശത്ത് പോയി നോക്കിയപ്പോൾ അവിടെ കുറെ പട്ടിണി പാവങ്ങൾ 10-20 പേർ നിരന്നിരിക്കുകയാണ്. അവർക്ക് ഉമ്മ കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ്. കുഴിപ്പിഞ്ഞാണത്തിൽ അവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി നോക്കി, അത് കഞ്ഞി വെള്ളമാണ്, അതിന് 1-2 വറ്റുണ്ടാകും. ഇത് കണ്ടപ്പോൾ ആണ് ഇവന് മനസ്സിലായത് എന്തുകൊണ്ടാണ് അമ്മ എന്ന് മീൻകറി വിളമ്പാഞ്ഞതെന്ന്. അവൻ മടങ്ങി വന്ന് അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് പറയുകയാണ്: അമ്മേ, എൻ്റെ ഈ ചോറ് കൂടി അവർക്ക് കൊടുത്തോളൂ. അമ്മ കണ്ണീരോടുകൂടി അവനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് അമ്മയുടെ മനസ്സിൽ അമ്മ വിരുമ്പുകയാണ്. അതാണ് വേദം എന്ന കവിത. വിശക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണമാണ് ദൈവം എന്നാണ് കവിത നമ്മോട് പറയുന്നത്. അതുപോലെ മതത്തിനപ്പുറത്തുള്ള ദൈവത്തെ കണ്ട കവിയാണ് യൂസഫ് അലി കച്ചേരി. ഞാൻ നേരത്തെ പറയാൻ കാരണം അദ്ദേഹം സംസ്കൃതം പഠിച്ചു. അദ്ദേഹം ശ്രീകൃഷ്ണനെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്, ഗാനം രചിച്ചിട്ടുണ്ട്. സിനിമാ ഗാനം സംസ്കൃതത്തിൽ അദ്ദേഹം ഗാനം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഹരിന്തവം എന്നൊരു കവിതയുണ്ട്. അത് കവിതയുടെ വരികൾ എനിക്ക് ഓർമ്മയില്ല. ആ കവിത പറയുന്നത് ഇതാണ്: അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് ചെന്നു. പക്ഷേ ഒരു അഹൈന്ദവനായതുകൊണ്ട് അദ്ദേഹത്തിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പുറത്തു നിന്ന് ഈശ്വരനെ തൊഴുതു. ഈശ്വരൻ്റെ കൃപാകടാക്ഷം അദ്ദേഹത്തിന് കിട്ടി എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അതുപോലെ ഭസ്മക്കാവലി എന്ന വേറൊരു കവിതയുണ്ട്. അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് പകരം ഒരു ഭഗവതി അമ്പലമാണ്. ഭഗവതിയെ തൊഴാൻ വേണ്ടി അദ്ദേഹം ചെന്നു. അവിടെയും പുറത്തു നിന്ന് തൊഴേണ്ടി വന്നു. ഇതാണ് അദ്ദേഹം മതത്തിനപ്പുറത്ത് ദൈവത്തെ കണ്ട യഥാർത്ഥ ദൈവം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു കവിയാണ് എന്ന് പറയുന്നത്. പക്ഷെ കവി എന്ന നിലയ്ക്കല്ല, ഗാനരചയിതാവ് എന്ന നിലയ്ക്കാണ് ജനസാമാന്യം അദ്ദേഹത്തെ അറിയുന്നത്. പണ്ടൊക്കെ നമ്മുടെ ആദ്യകാല ചലച്ചിത്രങ്ങളിലൊക്കെ ഗാനരചയിതാവിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഗാനങ്ങൾക്കും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ വരൂ നായികയെ വാണിയും എന്നൊക്കെയുള്ള സിനിമാ പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നായിക കാറിലോ ജീപ്പിലോ വരാതെ വാനിയിൽ വന്നത് എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രചനാ ഗുണമുള്ള സിനിമ ഗാനങ്ങൾക്ക് അന്ന് വളരെ കുറവായിരുന്നു. നീ കുളിക്കും പുറക്കടവിൽ ഒരു നീർപ്പൊലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്ന മടിയിലൊക്കെ ഒരു പാട്ടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പി ഭാസ്കരനും വയലാറാമയും ശ്രീകുമാരൻ തമ്മിലും യൂസഫ് അലി കച്ചേരിയും ഒക്കെ വന്നപ്പോഴാണ് രചനാ ഗുണമുള്ള സിനിമാ ഗാനങ്ങൾ ഉണ്ടായത്. പണ്ട് ഞാൻ സിനിമാ ഗാനങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ സിനിമാ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പല പുതിയ വാക്കുകളും അതിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെയാണ് വയലാറിൻ്റെയൊക്കെ ഗാനങ്ങളിൽ നിന്ന് പല പുതിയ സംസ്കൃത വാക്കുകളും എനിക്ക് എന്നല്ല പലർക്കും ലഭിച്ചത്. നമ്മൾ അപരിചിതമായ പല വാക്കുകളും. വിപ്രലംബ ശൃംഗാരം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. വിപ്രലംബ ശൃംഗാരം നായികയും നായകനും അലങ്കരിക്കുമ്പോൾ തോന്നുന്ന ഒരു വികാരം ഒക്കെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു സിനിമാ പാട്ടിൽ വിപ്രലംബ ശൃംഗാരം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ കർണികാരം പൂത്തുകളെടുത്ത് പോയി കേട്ടപ്പോഴാണ് ഞാൻ ശബ്ദധാരാവിനെ നോക്കി കർണികാരം കണിക്കൊന്നയാണ് എന്ന് മനസ്സിലാക്കിയത്. സാലപഞ്ചികർ കൈകളിലേന്തി എന്ന് പറഞ്ഞപ്പോഴാണ് സാലപഞ്ചികർ മലപ്പാറയാണ് എന്ന് മനസ്സിലാക്കിയത്. അതുപോലെ താലവൃന്ദത്തിന് കീഴിൽ മധ്യാഹ്നസുന്ദരി മയങ്ങിടുമ്പോൾ എന്താണ് ഈ താലവൃന്ദം എന്ന് ഞാൻ ശബ്ദധാരാവിനെയും നോക്കി. അപ്പോൾ താലവൃന്ദം ചന്ദനത്തിന്റെ ഇന്ദ്രമുള്ള താലവൃന്ദം എഴുതിയാൽ അതിന്റെ അർത്ഥം പനംകൂട്ടം എന്നാണ്, പനകളുടെ കൂട്ടം. അല്ല, ചന്ദത്തിന്റെ ഇന്ദ്ര താലവൃന്ദം എഴുതിയാൽ അതിന്റെ അർത്ഥം ചാമരം വിശറി എന്നൊക്കെയാണ്.
ഞാൻ ഈ പദങ്ങളെ പറ്റിയും പദങ്ങളുടെ തെറ്റുകളെക്കുറിച്ചും ഒക്കെ പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇത്തരം വാക്കുകളോട് കൂടുതൽ കൗതുകവും ഒക്കെ തോന്നിയത്. അതിന് ആദ്യകാല സിനിമാ ഗാനങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് ശകുന്തളയിലെ വയലാരാമവർമ്മ എഴുതിയ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലോ എന്നുള്ള പാട്ട്. സത്യത്തിൽ അതിൽ ഒരു ഈണം നൽകിയപ്പോൾ പറ്റിയ തെറ്റായിരിക്കാം. എങ്ങനെ എന്നുള്ളത് തെറ്റാണ്. എങ്ങനെ, ഇങ്ങനെ, എങ്ങനെ എന്നൊക്കെയാണ് എഴുതി പറയുകയും ചെയ്യുന്നത്. എങ്ങനെ, ഇങ്ങനെ, അങ്ങനെ എന്നൊക്കെ അത് തെറ്റാണ്. ഒരു വയലാരാമവർമ്മ മലയാളത്തിൽ മാത്രമല്ല സംസ്കൃതത്തിലും വളരെ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം എഴുതുന്നത് അങ്ങനെ, എങ്ങനെ എന്ന് തന്നെയായിരിക്കും. ഒരുപക്ഷെ അത് ഈണം നൽകിയപ്പോൾ എങ്ങനെ എന്നായി പോയതായിരിക്കാം. അതുപോലെ തന്നെ അതിൽ വളരെ പഴയ ഒരു പാട്ടുണ്ട്. ദേവക്കൂരി ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട് എങ്ങനെ നീ മറക്കും കുയിലേ എന്നാണ്. അവിടെയും ഇങ്ങനെ നീ മറക്കും കുയിലേ എന്നാണ് പാട്ട്. പക്ഷെ അവിടെ എങ്ങനെ എന്നാണ് ശരി. പക്ഷെ പൊയറ്റിക് ലൈസൻസ് എന്ന് പറയുന്ന ആ ഒരു തത്വം അനുസരിച്ച് കവിക്ക് അങ്ങനെയും എഴുതാം എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പമാണ്, ഇത് കേൾക്കുന്ന ആളുകൾ, വിശേഷിച്ച് കൊച്ചുകുട്ടികൾ ഇങ്ങനെ ആണ് ശരി എന്ന് ധരിക്കും. പിന്നീട് നമ്മൾ അവരോട് എങ്ങനെ തെറ്റാണ്, എങ്ങനെ ആണ് ശരി എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഇങ്ങനെയാണല്ലോ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് പറയും. അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിക്കുന്നില്ല. യൂസഫ് അലി കേശരിയുടെ സിനിമാ ഗാനങ്ങൾ, യൂസഫ് അലി കേശരിയുടെ സിനിമാ ഗാനം ഒരു വളരെ പ്രസിദ്ധമായ എത്രയോ പാട്ടുകൾ യൂസഫ് അലി കേശരിയുണ്ട്. യൂസഫ് അലി കേശരിയുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഒരു ഗാനയുടെ ചെയ്താലിൻ്റെ ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു 8 or 10 പാട്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. കേച്ചയുടെ പാട്ടുകൾ അങ്ങനെയല്ല. കേച്ചയുടെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകൾ തന്നെയാണ്, മോശം പാട്ടുകളൊന്നുമില്ല. മറ്റു പല സിനിമാ ഗാനരചയിലൂടെയും മോശം പാട്ടുകളുമുണ്ട്. യൂസഫ് അലി കേശരി എണ്ണത്തിൻ്റെ കാര്യത്തിൽ അവരോടൊപ്പം എത്തുമില്ലെങ്കിലും അദ്ദേഹം എഴുതിയ പാട്ടുകളെല്ലാം നല്ല രചനാഗുണമുള്ള പാട്ടുകൾ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മൈക്കണ്ണി എന്ന ഒരു വാക്ക് അദ്ദേഹം ഒരു പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കല്ല മൈക്കണ്ണി എന്ന വാക്ക്. പൊന്നിൽ കുളിച്ച രാത്രി എന്നുള്ളതാണ് മൈക്കണ്ണിയാളെ നീ ആ വരി. മൈക്കണ്ണി എന്നാൽ അതിൻ്റെ അർത്ഥം മൈ എഴുതിയ കണ്ണൻ ഉള്ളവെന്നാണ്. മൈ എന്നാൽ തമിഴ് വാക്കാണ്. മൈ എന്നാൽ മഷി, കൺമഷി എന്നാണ്. കൺമഷി എഴുതിയവർ. അതിന് സുന്ദരി എന്ന വേറെ അർത്ഥങ്ങൾ കൂടിയുണ്ട്. പക്ഷെ ഈ വാക്ക് ഇതൊക്കെ വളരെ മുമ്പ് ആദ്യം ഉപയോഗിച്ചത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാന്ധിയിൽ മൈക്കണ്ണിമാരുടെ കൈപ്പൊങ്കകൾ എന്ന ഒരു പ്രയോഗമുണ്ട്. എനിക്ക് തോന്നുന്നു ചെറുശ്ശേരിക്ക് ശേഷം പിന്നീട് അത് ഉപയോഗിച്ചത് യൂസഫ് അലി കേശരി തന്നെ ആയിരിക്കണം. ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല. യൂസഫ് അലി കേശരിയുടെ സ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ദീർഘകാലം പത്രപ്രവർത്തകരുടെ സജീവ സാന്നിധ്യം നയിക്കുന്ന ശ്രീ പ്രകാശ്, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച യൂസഫ് അലി കേശരി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ ഒട്ടേറെ മതനിരപേക്ഷ സംഘാടനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ സലീം പുരട്, വേദിയിലിരിക്കുന്ന പ്രമുഖ സംവിധായകനും കലാകാരനും ഒക്കെയായ നമ്മുടെ പ്രിയങ്കരനായ ആലപ്പിയേഷ്, മുൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൂടിയായ ശ്രീ സുശീൽകുമാർ, വേദിയിലിരിക്കുന്ന ശ്രീ NK ഷരീഫ്, ഇവിടെ ആദരിക്കപ്പെടുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രമുഖ സംഗീതജ്ഞൻ പീറ്റർ ചേരാനല്ലൂർ, ഒട്ടേറെ സാമൂഹ്യ കാരുണ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് ബാബു സേഖ്, ഫോട്ടോഗ്രാഫറായ ശ്രീ സിനി യേശുദാസ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ,
കലാ സാഹിത്യ പ്രവർത്തകർ. യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയെക്കുറിച്ച് മലയാളിക്ക് ആരും തന്നെ ഒരു പ്രഭാഷണത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ സൂക്ഷിക്കുന്ന മലയാളികളാണ്. മാത്രമല്ല, ഇവിടെ ഇതിനു മുൻപ് നിരവധി സാഹിത്യ പ്രതിഭകളാണ് ഈ അനുസ്മരണ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചിട്ടുള്ളത്. എനിക്ക് തന്നെ ഇവിടെ വിശദീകരിച്ചതുപോലെ എനിക്കൊരു നറുക്ക് വീണതാണ് എന്ന് കൃത്യമായി എനിക്കിതൊരു വലിയ ആദരവും അംഗീകാരവുമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യൂസഫ് അലി കേച്ചേരിയെ ഒരു കവി ആയിട്ട് മാത്രമല്ല, ഒരു ഗാനരചയിതാവ് മാത്രമായിട്ടല്ല, 3 സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിട്ട് മാത്രമല്ല, നമുക്ക് ഇന്ന് കൃത്യമായി പറഞ്ഞാൽ സംസ്കാരങ്ങളുടെ സമന്വയത്തെക്കുറിച്ച് കൃത്യമായി മാനവികതയുടെ പക്ഷത്ത് നിന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു മഹാപ്രതിഭയാണ്. ഇന്ന് ഞാൻ ജനിച്ച കുലം, ഞാൻ ജനിച്ച മതം, ഞാൻ ജനിച്ച ചുറ്റുപാട്, അത് മാത്രമാണ് എനിക്ക് ശ്രേഷ്ഠമായത് എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും അപ്പുറത്തുള്ളവരോട് ഒരു അസഹിഷ്ണുത ബോധം ജനിപ്പിക്കാൻ ആ ചിന്ത പരിസരമൊരുക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും ഞാൻ പഠിച്ചതും ആ എന്റെ പരിസരത്തെ പോലെ തന്നെ അപ്പുറത്ത് ചില പരിസരമുണ്ട്. അവിടെ സംസ്കൃതിയുണ്ട്, ഭാഷയുണ്ട്, അവിടെ ജീവന്റെ താളം മറ്റൊരു രൂപത്തിലാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു പ്രതിഭയാണ്. നമുക്കറിയാം, നെജുമക്കുട്ടിയുടെ മകനായി ജനിച്ച് നെജുമക്കുട്ടിയുടെ ഉമ്മയുടെ വാപ്പ അഹമ്മദ് വൈദ്യർ, അദ്ദേഹം അല്പസ്വല്പം മാപ്പിളപ്പാട്ടുകൾ രചിച്ചിരുന്ന ഒരു രചയിതാവാണ്. ഒരുപക്ഷെ വാപ്പയുടെ ആ മാപ്പിളപ്പാട്ടിന്റെ രുചി ഉമ്മയുടെ മുലപ്പാലിലൂടെ പകർന്നു കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ യൂസഫ് അലിക്ക്. 5ാം ക്ലാസ്സിൽ വെച്ച് ഭാരത പിഷാരടി മാഷ് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നിന്നിലെ സർഗ പ്രതിഭ അത് കാണുന്നു, അത് തിളക്കണം, അത് ജ്വലിപ്പിക്കണം, അത് പ്രോത്സാഹിപ്പിക്കണം. നീ നിർബന്ധമായി സംസ്കൃതം അഭ്യസിക്കണം. അങ്ങനെ നാരായണ പിഷാരടി മാഷുടെ ശിഷ്യനായി സംസ്കൃതം പഠിച്ച യൂസഫ് അലി കേച്ചേരിയുടെ കണ്ണു തുറന്നു. ഞാൻ പഠിച്ച, ഞാൻ വളർന്ന എന്റെ ചുറ്റുപാടിന്റെ സംസ്കൃതിക്കപ്പുറം ഒരു വലിയ സംസ്കൃതിയുണ്ട്. വേദങ്ങളെ കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച്, മാത്രമല്ല ഇതിഹാസങ്ങളെ കുറിച്ച്, ഭാഗവതത്തെ കുറിച്ച്, മഹാഭാരതത്തെ കുറിച്ച്, രാമായണത്തെ കുറിച്ച്, കാളിദാസ കൃതികളെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച്, രാമനെ കുറിച്ച്, സീതയെ കുറിച്ച് ആഴത്തിൽ അപഗ്രഥിക്കാനും അവരുടെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ട ഇമേജുകൾക്കപ്പുറത്ത് അവരിലുള്ള മാനവികതയെ ആഴത്തിൽ ദർശിക്കാനും ഉള്ള ഒരു വലിയ പരിശ്രമം നടത്താൻ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ അദ്ദേഹം ഒരു മാനവികതയുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന കവി, ഗാനരചയിതാവ്, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത് കേവലം ഒരു സർഗ പ്രതിഭ മാത്രമല്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആക്ടിവിസം അദ്ദേഹം കാണിച്ചത് അദ്ദേഹത്തിന്റെ സർഗ സൃഷ്ടികളിലൂടെയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ രൂപത്തിലാണ് നമുക്ക് കാണേണ്ടത്. അദ്ദേഹം കൃത്യമായി നമുക്കറിയാം, ഇവിടെ നമ്മളൊക്കെ കാണുന്നത്, ഞാനൊക്കെ ആ കാലത്ത് മുസ്ലിങ്ങൾക്ക്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നമുക്കറിയാം, അറബി മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അറബി മലയാളമാവാം. മലയാളം ചെകുത്താന്റെ ഭാഷയാണ്, ഇംഗ്ലീഷ് അഭ്യസിക്കാൻ പാടില്ല, അത് ബ്രിട്ടീഷുകാരന്റെ ഭാഷയാണ്.
അവിടെയൊക്കെ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പള്ളിയുടെ അടുത്തൊരു പള്ളിക്കൂടം ഉണ്ടായതുകൊണ്ടാണ് സഭകളുടെ സാന്നിധ്യത്തിലാണ് അക്ഷര വെളിച്ചത്തിലേക്ക് പതുക്കെ ഞങ്ങളൊക്കെ നടന്നത്. ഞങ്ങളുടെയൊക്കെ മലയോരങ്ങളിൽ ഒരുപക്ഷെ പള്ളിയുടെ അടുത്തൊരു പള്ളിക്കൂടം ഇല്ലായിരുന്നുവെങ്കിൽ ആ പള്ളിയിൽ നിന്ന് പള്ളിക്കൂടത്തിലേക്ക് അകലം കുറഞ്ഞതുകൊണ്ട് ആ പള്ളിയും പള്ളിക്കൂടവും വ്യത്യസ്ത ജാതി മതവിഭാഗവും തമ്മിലുള്ള ഒരു സാംസ്കാരികമായ സമന്വയം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കൃത്യമായി പലപ്പോഴും ഞങ്ങളൊന്നും അക്ഷരം പഠിക്കാൻ വൈകിപ്പോകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്രമാത്രം കാടുള്ള മലയോര പ്രദേശങ്ങളിൽ അവിടെ ഈ അക്ഷര വെളിച്ചം എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചു. ആ ഒരു കാലത്ത്, അതിനു മുൻപുള്ള കാലത്ത് കൃത്യമായി സംസ്കൃത പണ്ഡിതനാവാൻ, അറിയാൻ, വേദങ്ങളെ കുറിച്ച്, ഇതിഹാസങ്ങളെ കുറിച്ച്, കാളിദാസ കൃതികളെ കുറിച്ച്, രാമനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച് ആഴത്തിൽ അറിയാൻ, പരതാൻ ഒരു മനുഷ്യന്റെ സർഗപ്രതിഭ അത് ഉപയോഗിക്കുന്നു, അതിൽ വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയല്ലേ ഇന്ന് കാലികമായി ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കർത്താവ്. Where the mind is without fear, where the head is held high, where the knowledge is free എന്ന് നമുക്ക് പറഞ്ഞു തന്ന, എവിടെയാണ് ഉയർന്ന ശിരസും നിർഭയമായ മനസ്സും അറിയാനുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു ഇന്ത്യ, ആ ഒരു സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാടിനെ ഉയർത്തണമേ എന്ന് നമുക്ക് പറഞ്ഞു തന്നത് മഹാകവി, നമ്മുടെ ലോകം ആദരിക്കുന്ന നമുക്കറിയാം ടാഗോറാണ്. ആ ടാഗോർ പാടിക്കുന്നത് ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമികൾ നമുക്കറിയാം ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് I am proud to be a Hindu which has taught the world both tolerance and universal acceptance. നമുക്കറിയാം ചിക്കാഗോയിൽ പോയി സ്വാമി പ്രസംഗിച്ചത്. സ്വാമി പറഞ്ഞു I am proud to be a Hindu. ഞാൻ ഹിന്ദു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. Which has taught the world. അത് ലോകത്തെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? Both tolerance and universal acceptance. എന്താണ് സഹിഷ്ണുത എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തു? എന്താണ് സർവ്വലോക സ്വീകാര്യത എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ, ഒരു ദർശനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്വാമിജി. സ്വാമിജി ഒരു കാര്യം കൂടി പറഞ്ഞു. സ്വാമിജി പറഞ്ഞു അത് മാത്രമല്ല, സ്വാമിജി വളരെ വ്യക്തമായി പറഞ്ഞു, മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ ബഹായികൾ, സൗരാഷ്ട്രിയൻസ്, അവരൊക്കെ ആ ജനിച്ച രാജ്യത്തു നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ അതിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് എന്റെ മതമാണ്. സൗരാഷ്ട്രിയൻസ് 3000 വർഷമുള്ള ജൂതന്മാരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എന്റെ മണ്ണ്. 2000 വർഷം പഴക്കമുള്ള ക്രിസ്തുമതത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എന്റെ മണ്ണ്. 1400 വർഷം പഴക്കമുള്ള ഇസ്ലാം മതത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എന്റെ മണ്ണ്. ആ മണ്ണിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾ യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസിന്റെ, ടോളറൻസിന്റെ പ്രതിനിധിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ചിക്കാഗോയിൽ വെച്ച് ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്ത ആ ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് യൂസഫ് അലി യെച്ചേരി എന്ന് പറയുന്ന മഹാപ്രതിഭയെ കുറിച്ച് എത്ര കണ്ട് നമ്മൾ അഴവിറക്കുന്നുവോ, എത്ര കണ്ട് നമ്മൾ സംസാരിക്കുന്നുവോ, എത്ര കണ്ട് നമ്മൾ വിലയിരുത്തുന്നുവോ അത് ഈ വർത്തമാന കാലത്തിന് വെളിച്ചം നൽകും, ആരോഗ്യം നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ടിവിസം അദ്ദേഹത്തിന്റെ സർഗ സൃഷ്ടികളിലൂടെയാണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഈ കവിതകളെ കുറിച്ച്, പാട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിരന്തരം മാത്രമല്ല, അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളുണ്ട്. സ്ത്രീപക്ഷ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം മറ്റാരും വിമർശിക്കുന്നത് പോലെയല്ല. അദ്ദേഹത്തിന് യൂസഫ് അലി യെച്ചേരിക്ക് രാമനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പൊതുസമൂഹം കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം രാമനെ കുറിച്ച് പഠിച്ചയാളാണ്. അദ്ദേഹത്തിന് കൃഷ്ണ ഭഗവാനെ കുറിച്ച് ആധികാരികമായി സമർത്ഥിക്കാൻ അധികാരം ലോകം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി സീതയുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിച്ചു.
അതുമാത്രമല്ല, നമുക്കറിയാം ഈ വലിയ ശരീരത്ത് വലിയ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത്, ആ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചേകന്നൂർ മൗലവി. ആ മൗലവി എഴുതിയ പുസ്തകമുണ്ട്. അന്നത്തെ ഈ വിവാദ വിഷയത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം. മൗലവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വധിക്കപ്പെട്ടതാണ്, നമുക്കറിയാം. വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചൊരു മൗലവിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും പലർക്കും ഉണ്ടെങ്കിലും അദ്ദേഹം സർവ മത സത്യവാദത്തിന് വേണ്ടി വാദിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഖുർആനെ എങ്ങനെ കണ്ടു, അത് ഹദീസിനെ എങ്ങനെ കണ്ടു എന്നതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ വധിക്കപ്പെട്ട ചേകന്നൂർ മൗലവി അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പലരും ചർച്ച ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പേരുച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന ആ ചേകന്നൂർ മൗലവി എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതാൻ ഈ പറയുന്ന യൂസഫ് അലി കേച്ചേരിക്ക് ഒരു വഴിയുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം സ്ത്രീപക്ഷ നിലപാടിന്റെ ഭാഗത്താണ്. അദ്ദേഹം പറഞ്ഞു ശരീരത്തിനെ വിമർശിക്കുകയല്ല, പക്ഷെ ഖുർആനിൽ പറയുന്ന ശരീരത്ത് ഇതല്ല. ഈ പ്രാക്ടീസും യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന ശരീരത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനം, അദ്ദേഹം എഴുതിയ ലേഖനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് വ്യഭിചരിച്ച സ്ത്രീകളും പുരുഷന്മാരെയും എറിഞ്ഞുകൊള്ളണം എന്ന് പറയുന്നത് അത് ശരിയല്ല, അങ്ങനെ ഈ വേദവാക്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനം. കൃത്യമായി ഞാൻ പറയുന്നത് മാനവികതയുടെ പക്ഷത്തു നിന്ന് എന്തിനേയും കാണാൻ, എന്തിനേയും വിമർശിക്കാൻ അതിനുള്ള ഒരു കൃത്യമായ, അതിന് ആർക്കൊക്കെ അപ്രിയമാണെങ്കിലും ശരി, അതിനു വേണ്ടിയുള്ള ശ്രമം നടത്താൻ പോലും യൂസഫ് അലി കേച്ചേരി ശ്രമിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹം എഴുതിയ രാജകീയം എന്ന പുസ്തകം വളരെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അഹൈന്ദവം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് ഗുരുവായൂരിൽ പോയി കണ്ണനെ കാണണം, പക്ഷെ കിടക്കാൻ പറ്റില്ല. അത് തന്നെയാണ് മെക്കയിൽ പോയി ഒരു പ്രകാശിന് പോയിട്ട് ചെയ്യാൻ, അവിടെ പോയി പ്രവേശിക്കാൻ പറ്റില്ല, അവിടെയും പറ്റില്ല. അപ്പൊ അദ്ദേഹം അതിലൊക്കെ അസ്വസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് ഈ സാംസ്കാരിക സമന്വയമെന്ന് നമ്മളൊക്കെ പറയുമ്പോഴും, ഈ പറയുന്ന മത സൗഹാർദ്ദം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് എനിക്ക് കണ്ണനെ ഒന്ന് കാണാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നമുക്കറിയാം, അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് തന്നെ എഴുതിയ, കണ്ണനെ കുറിച്ച് എഴുതിയ കൃഷ്ണ കൃപാസാഗരം, കണ്ണിന്റെ കണ്ണായ കണ്ണ, അതുപോലെ തന്നെ ഗുരുവായൂർ വാഴും താമര കണ്ണ, ഇതൊക്കെ, അതുപോലെ തന്നെ അമ്പാടി പൈതലെ, അൻപിന്റെ കാതലെ എന്ന് പറയുന്ന നിരവധിയായ കൃതികൾ അദ്ദേഹം കൃഷ്ണ ഭഗവാനെ കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിരുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ട യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിരവധിയായ, വളരെ വലിയ കൃത്യമായി, ഒന്ന് ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി സംസ്കൃതത്തിൽ നേരത്തെ പ്രകാശ് പറഞ്ഞതുപോലെ ആദ്യമായി സംസ്കൃതത്തിൽ ഒരു ഗാനം രചിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് അറിയപ്പെടുന്നത് സിനിമാ ഗാനം രചിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, അത് യൂസഫ് അലി കേച്ചേരിയാണ്. രാമ എന്ന് തുടങ്ങി ജാനകി ജാനകി എന്ന് പറയുന്ന ആ പാട്ട്, മാത്രമല്ല കല്യാണപ്പൊങ്കൽ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട്, അതിന് നിരവധിയായ ഗാനങ്ങൾ സംസ്കൃതത്തിൽ സിനിമാ ഗാനം രചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതിന്റെ ഉടമ അത് മറ്റാരുമല്ല, അത് യൂസഫ് അലി കേച്ചേരിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നിരവധിയായ ഹിറ്റായ ഗാനങ്ങൾ, എന്നും മനസ്സിന്റെ ആഴങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന നിരവധിയായ ഗാനങ്ങൾ നമുക്കറിയാം. സുറുമ എഴുതിയ മിഴികളെ എന്ന് തുടങ്ങുന്ന ഗാനം, അതുപോലെ തന്നെ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു. എങ്ങനെ നമുക്കത് മറക്കാൻ? ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് ഒരിക്കലും കോരി ഒഴിവാക്കാൻ കഴിയാത്ത ഗാനങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, സംഗീതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു നമുക്ക് ഹൃദ്യമായ, കേൾക്കാൻ സുഖമുള്ള, കേൾക്കാൻ ഇമ്പമുള്ള ഉപകരണങ്ങളുടെ, ആ സംഗീത ഉപകരണങ്ങളുടെ താളത്തിനകത്ത് ഒരു ബന്ധവുമില്ലാത്ത വാക്കുകൾ, പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ കുത്തി നിറയ്ക്കുന്നതാണ് ഗാനരചന എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ്. പല പാട്ടുകളൊക്കെ ശ്വാസം കൊണ്ട് മാത്രം പാടുന്നതാണ്, പല പാട്ടുകളും മൂക്കുകൊണ്ട്
പാടുന്ന പാട്ടുകൾ, അവാർഡ് ലഭിക്കുന്ന പാട്ടുകൾ. അവിടെ കവിതാംശം വേണമെന്നില്ല എന്ന് വാദിക്കുന്നു. സിനിമാ ഗാനങ്ങളിൽ ഗാനശാഖയിൽ കവിതാംശം തന്നെ വേണ്ട എന്ന് വാദിക്കുകയും അവിടെ പരസ്പരബന്ധമില്ലാത്ത കേൾക്കാൻ കൃത്യമാണെങ്കിൽ, കേൾക്കാൻ ഇമ്പമുണ്ടെങ്കിൽ, അതിന്റെ താളം കൃത്യമായി നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ അവിടെ നമുക്ക് ഏത് വാക്കുകളും പരസ്പര ബന്ധമില്ലാതെ അർത്ഥമില്ലാതെ കുത്തി നിറക്കാൻ പറ്റും എന്ന വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യൂസഫ് അലി കേച്ചേരിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കൂടി. അതുപോലെ തന്നെ നമുക്കറിയാം 14-ാം രാവ് ഉദിച്ചത് മാനത്തോ കല്ലായി കടമത്തോ, ഇത് നമുക്ക് ഇങ്ങനെ മറക്കാൻ പറ്റിയ പാട്ടുകളുണ്ട്. അതുപോലെ അനുരാഗ ഗാനം പോലെ, അതുപോലെ നാദാപുരം പള്ളിയിലെ തുടങ്ങിയിട്ട് ചന്ദനകുളത്തിലെ ആ പാട്ട്, നിരവധിയായ കാര്യങ്ങൾ. ഓമനാളെ കണ്ടു ഞാൻ ഭൂമിയാകി. അതുപോലെ തന്നെ നമുക്കറിയാം നിരവധിയായ സംഗീതമേ അപര സദാപരേ എന്ന് തുടങ്ങിയ നിരവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നമുക്ക് എക്കാലത്തും നമുക്ക് മരിക്കാൻ കഴിയാത്ത അമരത്വത്തിൽ നിൽക്കുന്ന ഗാനങ്ങൾ. ഈ ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ഒരു വലിയ മാനവികതയുടെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഈ സമയം വെച്ച് ഞാൻ പാടാൻ പോകുന്നൊരു വിലാപം എന്ന സിനിമ എടുത്തപ്പോൾ ആ സിനിമ അദ്ദേഹം തിയേറ്ററിൽ പോയി കണ്ടില്ല, അദ്ദേഹം TV-യിൽ കണ്ടു. എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ശബ്ദത്തിലൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂർ വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം ചെന്നയുടനെ എന്നെ കെട്ടിപ്പുറത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ സിനിമയിലൂടെ നമ്മളൊക്കെ അല്പം ആളുകളെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി വരുന്നൊരു തലമുറക്ക് സംസ്കാരം എന്താണ്, സംസ്കൃതി എന്താണ്, സഹിഷ്ണുത എന്താണ് എന്ന് അറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാരണമാണ്. ഇനിയും ശോകത്തിൽ എടുക്കുന്ന സിനിമയ്ക്ക് അതിന്റെ ഇതിവൃത്തം ഈ രൂപത്തിലുള്ളതാവണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറെ നേരം തന്നെ എനിക്കൊരു വലിയ ഊർജമാണ് ലഭിച്ചത്. യൂസഫ് അലി കേച്ചേരിയെ പോലുള്ള ഒരു മനുഷ്യൻ, അതല്ല KT മുഹമ്മദിനെ പോലുള്ള ഒരു നാടകം, അവരൊക്കെ തന്ന ഒരു വലിയ അതാണ് ദൈവനാമത്തിൽ എന്ന സിനിമ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതാണ് അതുപോലെ തന്നെ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം വർത്തമാനം എന്ന പാർവതി തെരുവോ തന്നിരിക്കുന്ന വർത്തമാനം എന്ന സിനിമ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഇവിടെ നമ്മൾ എപ്പോഴും കലാസൃഷ്ടികൾക്ക് വലിയ സ്വാധീനം മനുഷ്യന് സ്വാധീനിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്ന് പാടിത്തരാൻ നമുക്ക് വയലാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് പാടിത്തരാൻ നമുക്ക് വയലാറില്ല, യൂസഫ് അലി കേച്ചേരിയില്ല. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാൻ ഇമ്പമുള്ള സംഗീതോപകരണങ്ങളുടെ താളത്തിനകത്തേക്ക് ചില വാക്കുകൾ കുത്തി നിറയ്ക്കാനുള്ള ഗാനരചയിതാക്കളാണ് പലപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്ന വലിയ സങ്കടമുള്ള ഈ കാലത്താണ് നാം യൂസഫ് അലി കേച്ചേരിയെ കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. എന്തൊക്കെയായാലും അദ്ദേഹം പാട്ടെഴുതിയ മൂടുപടം എന്ന ആ പാട്ടെഴുത്തിനെ കുറിച്ച് ഇല്ല, അദ്ദേഹം ആദ്യമായി പാട്ടെഴുതുന്ന മൂടുപടത്തിൽ നമുക്കറിയാം. മൂടുപടം എന്ന സിനിമയുടെ സംവിധായകൻ രാമു കരിയാണ്. അതിനകത്ത് 7 ഗാനങ്ങൾ മതി എന്ന് തീരുമാനിച്ചു. ഗാനങ്ങൾ എഴുതുന്ന ഭാസ്കർ മാഷ്. ഭാസ്കർ മാഷ് തലരിട്ട ദിനാക്കളടക്കം ബാബുരാജാണ് സംഗീതം കൊടുക്കുന്നത്. ബാബുട്ടനാണ്. ബാബുക്ക സംഗീതം കൊടുത്ത് തലരിട്ട ദിനാക്കൾ അടക്കമുള്ള സംഗീതം തീരുമാനിച്ച് ഉറപ്പിച്ച് എഴുതി ഭാസ്കർ മാഷ് പോയതിനു ശേഷം രാമു കരിയേണ്ടത് തോന്നി ഒരു ഗാനം കൂടി ഈ സിനിമയിലേക്ക് വേണം. 8ാമതൊരു ഗാനം. രാമു കരിയേട്ടേക്ക് യൂസഫ് അലിക്കാർക്ക് ഒരു ബന്ധം ഉണ്ടായത് വക്കീലാണ്, ഒരു യുവ കവിയാണ് എന്നൊക്കെയുള്ള ഒരു ബന്ധമുണ്ട്. രാമു കരിയേട്ട് തീരുമാനിച്ചു യൂസഫ് അലിയെ കൊണ്ട് ഒരു പാട്ട് എഴുതി. അപ്പൊ രാമു കരിയേട്ട് വിചാരിച്ചു ഇങ്ങനെയാണ് 7 പാട്ടുകൾ എഴുതിയത് ഭാസ്കർ മാഷാണ്. അത് ഭാസ്കർ മാഷിനെ നിറഞ്ഞ് ത്രസിച്ച് തുടിച്ചു നിൽക്കുന്ന കാലം. കാരണം കായലരികത്തൊക്കെ ഭയങ്കര ഹിറ്റായി. കായലരികത്ത് ഹിറ്റായതിന്റെ 10ാമത്തെ വർഷം.
അത് ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. ഏത് സിനിമയിൽ ഏത് മാപ്പിളപ്പാട്ടുമായി ബന്ധമുള്ള പാട്ടുകൾ കേട്ടാലും അത് ഭാസ്കര മാഷാണ് എന്ന് തീർത്തും ഉറപ്പിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോഴും നമുക്ക് പലരും തെറ്റിദ്ധരിക്കപ്പെടും. ആ കാലത്താണ് രാമുകാരിയായിട്ട് ഭാസ്കര മാഷ ചോദിച്ചു, മാഷെ ഞാനൊരു പാട്ടും കൂടി ഇതിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ വിചാരിക്കും. ഓക്കെ, നമുക്ക് എഴുതാം. മാഷ് രാമുകാരിയുടെ അല്പ ഭയത്തോടു കൂടി ഉൾഭയത്തോടു കൂടി പറഞ്ഞു, മാഷെ ഞാനൊരു പുതിയ രാഗം എഴുതിച്ചു. ആരായത്? യൂസഫ് അലിയാണ്. എഴുതട്ടെ, പുതിയ കുട്ടികൾ കടന്നു വരട്ടെ എന്നാ ഭാസ്കര മാഷ് പറഞ്ഞത്. ഒരു ഈഗോ ക്ലാഷും അവിടെ ഉണ്ടായില്ല. കയലരികത്ത് അത് നിറഞ്ഞാടി തുളുമ്പി കേരളത്തിലെ മുഴുവൻ ആളുകളും ഏറ്റുപാടുന്ന, മനഃപ്പാടമാക്കി ഏറ്റുപാടുന്ന ഒരു കാലത്ത് ഏത് പാട്ട് കേട്ടാലും അത് ഭാസ്കര മാഷുടെ പാട്ടാണ്. കാരണം അവിടെ ഒരു മാപ്പിള മൊഞ്ചിന്റെ ചെറിയ ലാഞ്ചനയുണ്ടെങ്കിൽ അത് ഭാസ്കര മാഷുടെ വരികളാണെന്ന് വിചാരിച്ച് ഉറപ്പിക്കുന്ന, വിധി എഴുതുന്ന കാലത്ത് മാഷി പറയാണ് യൂസഫ് അലി എഴുതട്ടെ. അങ്ങനെയാണ് മൈലാഞ്ചി മഞ്ചിൽ എന്ന പാട്ട്, മൈലാഞ്ചി മഞ്ചിൽ എന്ന് പറയുന്ന പാട്ട് ആദ്യമായി യൂസഫ് അലി എഴുതുന്നു. പിന്നീട് യൂസഫ് അലിക്ക് നിരന്തരമായി എഴുതാനുള്ള ഒരു വലിയ പരിസരവും അവസരവും ഉണ്ടായി. അത് കൃത്യമായി ഉപയോഗിക്കാൻ യൂസഫ് അലിക്ക് സാധിച്ചു. ഞാൻ പറയുന്നു, ഇന്ന് കൊച്ചുകുട്ടികളെ കൊണ്ട് വായിൽ കൊള്ളാത്തത് വിളിപ്പിക്കുന്ന കാലത്ത്, ഏതെങ്കിലുമൊക്കെ കിണറ്റിൽ ഏതെങ്കിലുമൊക്കെ ആദ്യകാലത്ത് ഏതെങ്കിലും സൃഷ്ടികളുണ്ടോ എന്ന് പരതി നടക്കുന്ന കാലത്ത്, ആരെങ്കിലും എതിര് പറഞ്ഞാൽ അവന്റെ വീട് JCB വെച്ച് അല്ലെങ്കിൽ ഹിറ്റാച്ചി വെച്ച് പൊളിച്ചടക്കുന്ന കാലത്ത്, ഇന്ന് ഒരു കാലത്തും ആരും മടിക്കാത്ത രൂപത്തിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ വിളിച്ചാടി തമർക്കുന്ന കാലത്ത്, മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി അവിടെ നിന്ന് ജാമ്യം ലഭിച്ചാലും വഴിനീളെ ആദരിക്കാനും ബഹുമാനിക്കാനും മാലയിടാനും ആളുകൾ കാത്തു നിൽക്കുന്ന കേരളത്തിൽ ഞാനും നിങ്ങളും അറിയുക, യൂസഫ് അലി കേച്ചേരി ആരായിരുന്നുവെന്ന് അറിയുക. അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൃത്യമായ ആദർശങ്ങൾ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, കൃത്യമായി അത് ഉൾക്കൊണ്ട മനുഷ്യൻ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ ആവേശം തുളുമ്പി നിൽക്കുന്ന ആ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ഒരിക്കലും ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് ടാഗോറിനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ, അത് കഴിഞ്ഞാൽ സർഗപ്രതിപാദന രംഗത്ത് കേരളത്തിൽ ഒരു പക്ഷത്ത് മാത്രം നിന്ന് പറയാതെ, വാദിക്കാതെ, അതിനവസരം നൽകാതെ സർഗ സൃഷ്ടികളിലൂടെ മാനവികത എന്താണെന്ന് കൃത്യമായി ആരെയും ഉന്മാദിപ്പിക്കുന്ന പ്രണയഗീതങ്ങൾ എന്താണെന്ന് ആർദ്രമായ ഹൃദയങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുന്ന കവിതാംശം എന്താണെന്ന് ലോകത്തിന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്ത ആ യൂസഫ് അലി കേച്ചേരി മരിക്കുന്നില്ല. അദ്ദേഹം ഒരിക്കലും മരിക്കാതെ അമരത്ത് തുടരുന്ന അദ്ദേഹത്തിന്റെ കാവ്യനീതി, കാവ്യാംശങ്ങൾ, അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ എന്നും നമ്മൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ മാനവികതയെ പക്ഷം വിജയിക്കാൻ മതത്തിനപ്പുറത്ത്, ജാതി ചിന്തകൾക്കപ്പുറത്ത്, ഭാഷാ ചിന്തകൾക്കപ്പുറത്ത് മാനവികതയെ കുറിച്ച് നിലനിർത്താൻ ഇത്തരം സ്മരണ പരിപാടികൾ അത് കൂടുതൽ കരുത്തേകട്ടെ. ഇതിന് നേതൃത്വം നൽകിയ സലീം പുലിലത്തിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹം എന്റെ പിതാവിന്റെ ഒരു വലിയ ഫാനും കൂടിയാണ്. കാരണം ആ ഫാനാവാനുള്ള കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു മന്ത്രിയായിരുന്നു എന്നതുകൊണ്ടല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു മതനിരപേക്ഷവാദിയാണ് എന്നതുകൊണ്ടാണ് സലീം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, സലീം അദ്ദേഹത്തെ ആദരിക്കുന്നത്. അതുപോലെ തന്നെ യൂസഫ് അലി കേച്ചേരിയുടെ ഈ ഫൗണ്ടേഷൻ കൊണ്ടു നടക്കുമ്പോൾ തന്നെ സലീം അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൃത്യമായ ആദർശങ്ങളെ വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒട്ടേറെ പരിപാടികൾക്ക് കൂടി രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് നമുക്കൊക്കെ വലിയ ഊർജ്ജമാണ്, നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ യൂസഫ് അലി ഫൗണ്ടേഷനും അതുപോലെ തന്നെ ചെങ്ങമ്പുഴ സാംസ്കാരിക വേദിക്ക് വലിയ ഗ്രാന്റുകൾ ഒന്നും തന്നെ ലഭിക്കാതെ നിരവധി സാംസ്കാരിക പരിപാടികൾ ഇവിടെ ഞാൻ അറിഞ്ഞത് ഇത്രമാത്രം. ഇവിടെ ഈ സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് ഇത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല. എല്ലാ ദിനങ്ങളിലും ഈ നിറഞ്ഞ സദസ്സ് സാംസ്കാരിക പ്രഭാഷണങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കാൻ മാത്രമല്ല, അത് കൃത്യമായി ചർച്ച ചെയ്യാനുള്ള ഈ വേദി ഒരുക്കുന്ന ചെങ്ങമ്പുഴയുടെ പേരിലുള്ള
കാൽപ്പനിക പ്രതിഭ എന്ന് മാത്രമല്ല, വലിയ നമുക്ക് പറയുകയാണെങ്കിൽ യൂസഫ് അലി കേച്ചേരിയൊക്കെ എഴുതി തുടങ്ങുന്ന കാലം ഈ പറയുന്ന ചെങ്ങമ്പുഴയുടെയൊക്കെ കൃത്യമായ ആ ഒരു കാൽപ്പനിക സംവിധാനത്തിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ വലിയ പ്രചോദനം അദ്ദേഹത്തിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെങ്ങമ്പുഴ സാംസ്കാരിക വേദി ഇത് സംഘടിപ്പിച്ച ഈ സംഘാടകർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും നമുക്ക് കാണാം, സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെങ്ങമ്പുഴ സാംസ്കാരിക വേദിയും യൂസഫ് അലി ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ ഈ അനുസ്മരണ ചടങ്ങിന് എല്ലാവരുടെ അഭിപ്രായങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാരം നൽകുന്നതിനായി ശ്രീകാര്യ ക്ഷേത്രത്തിന് ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ യേശുദാസിനെ. യാദർച്ഛികമായിട്ടാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഇതൊരു നിമിത്തമാണ്, ഇതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവിടെ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നമ്മുടെ യൂസഫ് അലി സാറിനെ കുറിച്ച് ഒരു വലിയ നറേഷൻ നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ അതിൻ്റെ വിഷ്വൽസായിരുന്നു, അതിൻ്റെ കാഴ്ചകളായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഓരോ സത്യസന്ധമായ കാര്യങ്ങളും ഞാൻ മനസ്സിൽ കാണുകയും, കാരണം ഞാൻ അദ്ദേഹവുമായിട്ട് ഒത്തിരി ദിവസങ്ങൾ ഇടപഴകിയിട്ടുണ്ട്. വർഷങ്ങളോളം, മാസങ്ങളോളം, ദിവസങ്ങൾ, പല പ്രാവശ്യങ്ങളായിട്ട്. ഞാൻ ആദ്യമായിട്ട് ജയന് വേണ്ടി ശബ്ദം കൊടുക്കാൻ വേണ്ടി, ജയൻ മരിച്ചപ്പോൾ കുറേ സിനിമകൾ, കോളിളക്കം, ആക്രമണം, അറിയപ്പെടാത്ത അങ്ങനെയുള്ള പടങ്ങളെല്ലാം എൻ്റെ ശബ്ദത്തിലൂടെയാണ് കഴിയുന്നത്. അന്ന് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ചെന്നൈയിൽ ചെല്ലുമ്പോൾ, അന്നത്തെ മദ്രാസിൽ ചെല്ലുമ്പോൾ രാജ് ഹോട്ടൽ എന്നൊരു ഹോട്ടലിലാണ് താമസം. അദ്ദേഹം എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. ആ പരിചയം പിന്നീട് വളരെ അടുപ്പങ്ങളായി മാറി. ഞാൻ സ്വന്തമായിട്ട് ഒരു പടം സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ എൻ്റെ ചിത്രം പ്രേമനസീറും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരു മാടപ്രാവിൻ്റെ കഥ എന്നുള്ളൊരു സിനിമ എടുക്കാൻ നേരത്ത് എൻ്റെ ഏറ്റവും ഒരു ഗോഡ് ഫാദർ പോലെ നിന്ന് അതെല്ലാം ചെയ്തു തന്നത് യൂസഫ് അലി സാറായിരുന്നു. അതിലെ പാട്ട് എഴുതിയത് മുഴുവൻ അദ്ദേഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ദേവരാജൻ മാസ്റ്ററുടെ ഞാൻ കടുത്ത ആരാധകനാണ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തണം, എനിക്ക് ഈ സിനിമയിൽ അദ്ദേഹത്തെ കൊണ്ട് മ്യൂസിക് ചെയ്യിച്ച കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കാണാം, ചെല്ലാം, ഞാൻ പരിചയപ്പെടുത്തരാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എസ് ജാനകി പാടില്ല. അവർ തമ്മിൽ അന്ന് ഒരു വലിയൊരു വഴക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. മാധുരി ആയിരിക്കും പാടുന്നത്. അന്ന് ജാനകി അമ്മ ഭയങ്കര പോപ്പുലറായിട്ട് വരുന്ന സമയമായിരുന്നു, 82 കാലഘട്ടമാണ്. അങ്ങനെ ഞാൻ പോയി സാരമില്ല, ജാനകി പാടിയില്ലെങ്കിൽ എനിക്ക് മാസ്റ്റർ വേണം. അങ്ങനെ മാസ്റ്ററെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു, പാട്ട് മാസ്റ്റർ കൊടുക്കുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകരെ കൂടെ ചെല്ലും. ഞാൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുക വീട്ടില. ആ വീടിൻ്റെ കേച്ചേരിയിലെ വീടിൻ്റെ മേളിൽ ഒരു ഗസ്റ്റ് റൂം പണി വെച്ചിട്ടുണ്ട്. പലരും തിരുവനന്തപുരത്തു നിന്നും മദ്രാസിൽ നിന്നും ഗുരുവായൂരേക്ക് വരുമ്പോൾ രാവിലെ തൊഴാൻ പോകുമ്പോൾ താമസിക്കുന്ന ഹോട്ടലിന് പകരം ഇദ്ദേഹത്തിൻ്റെ ഈ ഗസ്റ്റ് റൂമിലായിരുന്നു. ഇവിടെ എനിക്ക് താമസിക്കുന്നത് വീട്ടിൽ. അപ്പോൾ ആ ഗസ്റ്റ് റൂമിൽ ഞാൻ നിരവധി ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നാൽ പല കാര്യങ്ങളും സംസാരിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും താഴെ, ഞാൻ മേളിലായിരിക്കും താമസം, താഴെ വന്നിരുന്നിട്ട് കുറച്ചു നേരം അദ്ദേഹം ഇതുപോലെ ഈ ശൗക്കത്തി പറഞ്ഞതുപോലുള്ള ചില സംസ്കൃത ശ്ലോകങ്ങളും അതും ഇതൊക്കെ ചൊല്ലിക്കേറ്റിക്കുകയല്ല. എനിക്ക് സംസ്കൃതത്തെ പറ്റി ഒരു പിടിയുമുള്ള ആളല്ല. പക്ഷെ ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണെ ദൃഷ്ടി ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ സംസ്കൃത ശ്ലോകം പറഞ്ഞിട്ട് പല ദിവസങ്ങളിൽ പല കാര്യങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അദ്ദേഹം ഇന്ന് അതിനെപ്പറ്റി നറേറ്റ് ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ വന്നത് സ്ത്രീപക്ഷക്കാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടക്കെന്ന് എൻ്റെ മനസ്സ് പോയത്, അദ്ദേഹം എന്നോട് ചോദിച്ചു, ആദ്യത്തെ ഫെമിനിസ്റ്റ് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, എനിക്കറിയില്ല. അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിയിട്ട് സംസ്കൃതത്തിലാണ്, ഒന്നും മനസ്സിലായി, എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നു, സ്വച്ഛന്ത മരണം കാത്തുകൊണ്ട് ഭീഷ്മർ
ഇങ്ങനെ ഈ മരണശയ്യയിൽ കിടക്കുകയാണ്, മറ്റേ ഇതിൽ കിടക്കുമ്പോൾ, മരണവും കാത്ത് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണനും പാണ്ഡവരും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നു. ധർമ്മപുത്രർക്ക് ഭരണം നടത്തുവാനുള്ള കുറെ സത്യം, ധർമ്മം, നീതി, അതിന്റെ കുറച്ച് ഉപദേശം കൊടുക്കാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മരോട് ആവശ്യപ്പെടുന്നു. ഭഗവാന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഭരണ ഉപദേശങ്ങൾ, സത്യവും ധർമ്മവും നീതിയും ഒക്കെ നടപ്പാക്കണമെന്ന് പറയുമ്പോൾ അവിടേക്ക് പാഞ്ചാലി ദ്രൗപദി കടന്നു വരികയാണ്. താങ്കൾക്ക് എങ്ങനെ ഈ ഉപദേശിക്കാൻ പറ്റും? ഇവര് എന്നെ അന്ന് ദുശാസനന്റെ വാക്ക് കേട്ടുകൊണ്ട് ദുര്യോധനന്റെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ, ആ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ? എന്റെ ദീനരോധനം അങ്ങ് കേട്ടതല്ലേ? എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അങ്ങ് കണ്ടുകൊണ്ടിരുന്നില്ലേ? എന്റെ വേദന കണ്ടില്ലേ? അവിടെ എവിടെ സത്യം ഉണ്ടായിരുന്നു, ധർമ്മം ഉണ്ടായിരുന്നു? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അതെന്നെ ശിക്ഷിച്ചത്? ഞാനതിൽ ഭാഗമാക്കായിരുന്നു ആ കുറ്റത്തില് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനമായിട്ടിരുന്നു. അതാണ് ആദ്യത്തെ സ്ത്രീപക്ഷം എന്ന് പറയുന്നത്, ആ ഫെമിനിസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞു തന്ന അദ്ദേഹമാണ് യൂസഫ്. അതുപോലെ ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞ് അദ്ദേഹം തന്നിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ, കാരണം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് എന്താ പുള്ളിയുടെ പേഴ്സണൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഞാനുമായിട്ടാണ് പോകുന്നതും നടക്കുന്നതും. രാത്രി ഞങ്ങൾ സ്ഥിരം ഒരു സിനിമയിൽ കണ്ടിട്ട് റിക്ഷയിൽ പോകണം, അദ്ദേഹത്തിന് സൈക്കിൾ റിക്ഷ ഉണ്ടെന്ന്, ആ സൈക്കിൾ റിക്ഷയിൽ കയറി ഒരു സെക്കൻഡ് ഷോ കൂടെ കണ്ടിട്ട് ഞങ്ങൾ പിരിയുന്നുള്ളൂ. അങ്ങനെ ഒരു വളരെ ഒരു ആത്മബന്ധമുണ്ടായിരുന്ന ഇതായിരുന്നു അദ്ദേഹമായിട്ട്. അതൊരു 4-5 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ എറണാകുളത്തുള്ള ഈ ഫയർഫോഴ്സിന്റെ SP ആയിട്ടിരിക്കുന്ന സൂപ്രണ്ടായിട്ടിരിക്കുന്ന ഹരികുമാർ എന്ന് പറയുന്ന ആളെന്ന് അദ്ദേഹം കൊല്ലത്തായിട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണ്. അദ്ദേഹം കടുത്ത യൂസഫ് അലിയുടെ ഒരു ആരാധകനാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഒരു ഫംഗ്ഷൻ വെച്ചു കൊല്ലത്ത്, യൂസഫ് അലി അനുസ്മരണം. അപ്പൊ യൂസഫ് അലിയുടെ ഞാനും പങ്കെടുത്തിരുന്നത്. അന്ന് യൂസഫ് അലിയുടെ ഫാമിലിയെ കൂടെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തി. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മകനും മകളൊക്കെ വന്നിരുന്നു. ക്ഷണിക്കാൻ വേണ്ടി പോയ കൂട്ടത്തിൽ അതിലൊരു ഗായകനുണ്ടായിരുന്നു. ഈ ക്ഷണിക്കാൻ പോകുമ്പോൾ യൂസഫ് അലിയുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ. അപ്പോൾ വീട്ടിൽ ചെന്നിരുന്നപ്പോൾ യൂസഫ് അലിയുടെ ഭാര്യയും കുട്ടികളും ഒക്കെ വന്നിരുന്നു, സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗായകൻ പറഞ്ഞു, ഞാനൊരു യൂസഫ് അലിയുടെ ഭാര്യയിൽ ഞാൻ 2 വരി പാട്ട് യൂസഫ് അലി സാറിൻ്റെ പാടിക്കോട്ടെ എന്ന് വെച്ചു. പാടാൻ പറഞ്ഞു. അദ്ദേഹം ആ സുറുമെഴുതിയ മിഴികളെ എന്നുള്ളൊരു പാട്ട് പാടി കേൾപ്പിച്ചപ്പോൾ ആ അമ്മ യൂസഫ് അലിയുടെ ഭാര്യ കണ്ണീര് ഇങ്ങനെ കൊടുക്കുക, കണ്ണീര് വന്നുകൊണ്ടിരുന്നു. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ എഴുന്നേറ്റ് കണ്ടെത്തി എഴുന്നേറ്റ് പോയി. അപ്പോൾ മകൻ പറഞ്ഞു കൊടുത്തു, ഉമ്മ ഈ പാട്ട് കേട്ട കാര്യം, കാരണം ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഉമ്മയെ പറ്റി എഴുതിയ പാട്ടായിട്ടുണ്ട് അദ്ദേഹം എഴുതിയത്. ആ മുമ്പിൽ പിടിച്ചിരുത്തിയിട്ട് എഴുതിയത് പാട്ടായിരുന്നത്. അപ്പോൾ അത് ആ കണ്ണീര്, ആ വേദന നമ്മളത് ആലോചിക്കണം. ആ അമ്മയ്ക്കുണ്ടായ ആ അവരെ എരിയുമ്പോഴുള്ള ആ വേദന, തന്നെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് എഴുതിയ കവിത ഇന്നും നമ്മുടെ മലയാളികളെല്ലാം ആർക്കാണ് അറിയാൻ വയ്യാത്ത സുറുമ എഴുതിയ മിഴികളെ എന്നുള്ള ഗാനം. എന്തായാലും ഞാൻ വീർപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതും അത് യാദൃച്ഛികമാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന കലാസ്നേഹികളെ, ഇന്നേ ദിവസം ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ബഹുമാന്യനായ യൂസഫ് അലി കേച്ചേരി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ടാണ് ഈ വേദിയിൽ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ഇങ്ങോട്ടേക്ക് സദയം ക്ഷണിച്ച എൻ്റെ നാട്ടുകാരനും അയൽവാസിയുമായ എൻ്റെ പ്രിയ സലീമിക്കയ്ക്ക് ആദ്യമേ നന്ദി പറയുകയാണ്. അതോടൊപ്പം വേദിയിൽ ഇന്ന് ഏറ്റവും സുന്ദരമായ സന്ദേശം നമുക്ക് നൽകിയ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സാദ്, അതുപോലെ
സാംസ്കാരിക പ്രസിഡന്റ് പ്രകാശ് ചേട്ടൻ, എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അരിയനായ കലാപ്രതിഭയായ യൂസഫ് അലി കച്ചേരി സാറിൻ്റെ മുന്നിൽ സദയം അദ്ദേഹം തന്നെ എഴുതിയ കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന ഗാനം ഞാനൊന്ന് എണ്ണാൻ കഴിയാവുന്ന വിധം ചെറുതായി പാടുകയാണ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഞാൻ ഏതാനും ക്രിസ്തീയ ഗാനങ്ങളിലൂടെയാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം, മർത്തിനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനേകിടുന്ന ദൈവം. അതുപോലെ ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെമ്മീഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ. ഇങ്ങനെ തുടങ്ങുന്ന ഏകദേശം 1500 പരം ഗാനങ്ങൾ ഈ എൻ്റെ സംഗീത ലോകത്തിലേക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയൊരു സമ്മാനം മാത്രമാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ കഴിവുകൾക്കൊരു പരിമിതിയില്ല. ഞാൻ വലിയ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. സംഗീതത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതം പഠിക്കാതെ എന്നിലുള്ള ദൈവം തന്ന കഴിവ്, ദൈവത്തിന് വേണ്ടി മാത്രം നൽകുന്ന ഒരു കൺസെപ്റ്റിലൂടെ മാത്രമാണ് ഞാൻ ഇത്ര നാൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ആത്മീയ മേഖലയിൽ കുറച്ച് ഗാനങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത പാട്ടുകളാണ് ഞാൻ പാടിയത് എന്ന് വിചാരിച്ച് മറ്റ് സിനിമാ മേഖലകളിലേക്കോ മറ്റിതര മേഖലകളിലേക്കോ ഞാൻ പോകില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ കഴിവിൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ മറ്റ് മേഖലകളിലേക്ക് പോകാതിരുന്നത്. ഞാൻ മാറി ചിന്തിച്ചുകൊണ്ട് 1-2 ആൽബങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ അവിടെയൊന്നും എനിക്ക് ശോഭിക്കാൻ പറ്റിയില്ല. അത് വൻ പരാജയമായിട്ട് മാറി. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ നിയോഗം ദൈവം ആദിയിലെ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എന്നിലെ കഴിവ് ഇങ്ങനെ ഒരു പ്രത്യേക മേഖലയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത്, അങ്ങനെ മുന്നോട്ട് പോയത്. എന്തായാലും എനിക്ക് കിട്ടിയ ആ ഒരു വരദാനത്തിലൂടെ ഏതാനും ഗാനങ്ങൾ ഞാൻ ചെയ്തു എങ്കിലും അനേകം സിനിമാ ഗാനങ്ങൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ. അതിൽ ഈ എന്താ പറയുക, വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും യൂസഫ് അലി സാറിൻ്റെയും ഒക്കെ ഒട്ടനവധി ഗാനങ്ങൾ, ഇന്നിവിടെ ഷൗക്കത്ത് സാറ് പറഞ്ഞതുപോലെ ഒട്ടനവധി ഗാനങ്ങൾ കേട്ട് വളർന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം അതിൻ്റെയൊക്കെ എന്താ പറയുക ഇൻസ്പിറേഷൻ എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ എൻ്റെ സംഗീത ജീവിതത്തിലുമൊക്കെ അതിൻ്റെയൊക്കെ ഇൻസ്പിറേഷനൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലും അവനവൻ കൊടുത്തിരിക്കുന്ന കഴിവുകൾ, അവരുടെ കഴിവുകളിൽ നിന്ന് മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും മഹനീയമായ കഴിവ് നൽകിയ ഒരു വ്യക്തി തന്നെയാണ് ശ്രീ നമ്മുടെ യശസ്വരീനായ കടന്നുപോയ യൂസഫ് അലി സാർ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിവസമായ ഇന്ന് അദ്ദേഹത്തിന് ആത്മാവിന് എന്താ പറയുക എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഒരു ഹൃദ്യമായ അനുഭവമായി തോന്നുന്നു. ചാരിതാർത്ഥ്യമുള്ള സന്തോഷം. ഈ പരിപാടി അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാന്യനായ പ്രകാശൻ ആദ്യമായി നന്ദി. മാനവികതയുടെ
കാലത്തു നിന്ന് സാംസ്കാരിക മേഖലയിൽ ധന്യമാക്കിയ, ഏറെ പ്രോജ്വലിപ്പിച്ച യൂസഫ് കേച്ചേരിയുടെ ആ മഹത്തായ സന്ദേശം ഇവിടെ ഉത്കൃഷ്ടമായ രീതിയിൽ അവതരിപ്പിച്ച നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ആര്യാടൻ ഷൗക്കിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു. നമ്മളിവിടെ ആദരിച്ച ചേരാനല്ലൂർ എച്ച് മുഹമ്മദ് ബാസ്, യേശുദാസ് ശ്രീ ആദരവേറ്റുന്ന ഈ പ്രതിഭകളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതോടൊപ്പം ഇവിടെ ആശംസ പ്രസംഗം ആലപ്പി അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വളരെ മനോഹരമായി ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. അതോടൊപ്പം കെ ശശികുമാർ എന്നിവർക്കും അളവറ്റ നന്ദി അറിയിക്കുന്നു.